നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കർണാടകയിലെ മന്ത്രിസഭാ യോഗം ഒരു നിയമത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ ബില്ല് വ്യക്തമാക്കുന്നത് അവിടെ തദ്ദേശീയർക്ക് കൂടുതൽ സംവരണം നൽകുക എന്ന നിലപാടാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ അങ്ങനെ തദ്ദേശീയർക്ക് സംവരണം നൽകുമ്പോൾ അത് കേരളത്തിലുള്ളവർക്ക് തിരിച്ചടിയാകുമോ എന്ന് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു. മാത്രവുമല്ല, ഇത്തരം നിലപാടുകൾ നമ്മുടെ രാജ്യത്ത് ധാർമ്മികമാണോ എന്നൊരു ചോദ്യം കൂടി പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിലെ ആദ്യ കോളർ ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസിനെ കുറേ ദിവസമായല്ലോ കണ്ടിട്ട്, വീണ്ടും തിരക്കുകളിൽ പെട്ടോ? ഇല്ല, തിരക്കില്ല. ഞാൻ എന്റെ വൈഫ് മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് എന്നാലും ഞാൻ നമ്മുടെ പൊതുവേദിയെ ഞാൻ മറക്കുന്നില്ല. എന്നോട് അന്ന് പറഞ്ഞിരുന്നു ഈ വിയോഗത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. അതെ സാർ, അതിന് എനിക്ക് ഒരു ഇത് കണ്ടോളൻസ് ഒക്കെ തന്നു, അതിന് നന്ദി ആദ്യം. പിന്നെ വിഷയം ഇത് തികച്ചും അധാർമികം തന്നെയാണ്. കാരണം ഗൾഫ് കൺട്രികളിലൊക്കെ ഈ നിയമം അവിടെ ഉണ്ട്, അവിടെ രാജ്യഭരണമാണ്, അത് കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യയല്ല ശക്തമായ ഒരു ഫെഡറലിസം നിലനിൽക്കുന്ന രാജ്യം, ശക്തമായ ഭരണഘടനയുള്ള രാജ്യം, ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ. ഇവിടെ ഇങ്ങനെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വിലങ്ങുണ്ടാക്കുക എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും അധാർമികം തന്നെയാണ്. ഇതിപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി? അല്ലാത്തൊരു 10 വോട്ടിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിപ്പോ തോന്നുന്നത്. അത് തീർച്ചയായിട്ടും അതെ ക്രൂരമായ നടപടി. വ്യക്തമാണ്. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ് എന്നോട് എക്സ്പോർട്ടിംഗ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. ചായയോടൊപ്പം ഒരു പൊതുവേദി. അതെ എനിക്ക് മനസ്സിലായി. എക്സ്പോർട്ട് ബിസിനസ് അല്ല ആക്ച്വലി ഞാൻ ചെയ്യണത്. ഞാൻ പുറത്തൊരു രാജ്യത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 10-20 വർഷമായിട്ട് ആ രാജ്യത്തിലെ സിറ്റിസൺ ആണ്. 6 മാസം മാറി നിൽക്കും. പിന്നെ ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ ലാൻഡ് വാങ്ങി വിഴിഞ്ഞത്ത് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു, എക്സ്പോർട്ടിങ്ങിന്റെ സാധ്യതകൾ ആരായിരുന്നു എന്നാണെന്നോ അല്ലേ പറഞ്ഞത്? അത് വാങ്ങാൻ വേണ്ടി ഞാനൊരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു. പക്ഷെ ഞാൻ എന്തായാലും ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ഭരണം കഴിഞ്ഞ ശേഷം മാത്രമേ ആ പദ്ധതി ഞാൻ തുടരൂ. ഇതിനൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പൊതുവേദി ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാലും എന്റെ ജോലിയുടെ ഭാഗമായി 6 മാസം ഓരോരോ രാജ്യങ്ങളിൽ ഞാൻ നിൽക്കാറുണ്ട്. അവിടെ നിന്നെല്ലാം ഞാൻ മിസ്റ്റർ മനുവിനെ വിളിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ തിരുവനന്തപുരം എന്ന ഇട്ടാവട്ടത്ത് കിടന്നുകൊണ്ട് AKG സെന്ററിൽ എന്ത് പണി ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വ്യക്തി നിരന്തരം എന്നെ കാണുമ്പോൾ എന്തോ ഒരു വിഷമമുണ്ട്. പേര് ഞാൻ പറയാം, അതിനുള്ള ധൈര്യം ഞാൻ താങ്കളോടല്ല, ആ വ്യക്തിയോട് ഞാൻ പറയുന്നു, എനിക്ക് താങ്കൾ പട്ടങ്ങൾ ചാർത്തി തരരുത്. താങ്കളുടെ അഭിപ്രായം ഇവിടെ പറയൂ, താങ്കളുടെ രാഷ്ട്രീയം പറയൂ. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എന്റെ രാഷ്ട്രീയം ഒരിക്കലും സ്ഥിരമായതല്ല. ആര് നല്ലത് ചെയ്യോ അത് അവരെ ഞാൻ പറയും. ഈ രാഷ്ട്രീയം ഞാൻ കാണുന്നത് സമൂഹത്തിന് നല്ലതുണ്ടാവണം. മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഞാൻ നോക്കുമ്പോൾ എന്റെ നാടും എന്റെ രാജ്യവും വളരെ പുറകിലാണ്. അതുകൊണ്ടാണ് വളരെ മോശമായി ഞാൻ ചില സമയങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും, അത് മോദിജിയെയും പറയാറുണ്ട്, ഇവിടുത്തെ പിണറായി സാറിനെയും പറയാറുണ്ട്, ഉമ്മൻചാണ്ടി സാറിനെയും ഞാൻ പറയാറുണ്ട്. സോ ദർ ഈസ് നോ എനി പർട്ടിക്കുലർ, എല്ലാവരെയും ഞാൻ പറയാറുണ്ട്. ഭരണത്തിരി തലത്തിലിരിക്കുന്നവരെ വിമർശിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ്. അത് നമ്മുടെ ഭരണഘടന തരുന്ന. ഞാനൊരു അടിമയല്ല. എന്റെ ഒരു വോട്ടിന് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വില വേണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൽക്കാലം എനിക്കിവിടെ വോട്ടവകാശം ഇല്ല. ഏതായാലും ശ്രീ പ്രദീപ് പുറത്തൊക്കെ ജോലി ചെയ്യുകയും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ തദ്ദേശീയവാദം അത് ഒരു പുരോഗമന സമൂഹത്തിൽ കൊള്ളാവുന്ന ഒരു ഇടപാടാണോ? മറുവശം ഉണ്ട് കേട്ടോ. ആളുകൾക്ക് അവരവരുടെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള അവസരം വേണം എന്നുള്ളത് ഒരു മറുവശം കൂടി അതിനുണ്ട്. നോക്കൂ, നമ്മുടെ നാട് ഇത്രയധികം അധപതിക്കാനുള്ള ഒന്നാമത്തെ കാരണം തന്നെ തമിഴനെന്നും ദ്രാവിഡനെന്നും മറാഠയെന്നും ഇതുള്ള വിഭജന ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഇരിപ്പുണ്ട്. അവർക്ക് ഈ തമിഴ്നാട്ടിൽ പോലും അവര് ദ്രാവിഡ എന്നുള്ള ആ ഒരു സംഗതി വെച്ചിട്ടാണ് അവരെല്ലാ കാര്യവും സാധിക്കുന്നത്. ഓരോ സംസ്ഥാനവും ഇതേപോലെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ഒരു ഡിവൈഡൻസ് ഉണ്ടാവും. ഈ നമുക്കുള്ള ഒരു സോളിഡാരിറ്റി ഒരിക്കലും ഇന്ത്യ ഒരു സ്ട്രോങ് കൺട്രി ആയിട്ട് പോവില്ല, ഡിവൈഡ് ആയി പോകും. സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ നമ്മുടെ സ്ട്രോങ്നെസ് എവിടെ ഇരിക്കണേ? സോ നോക്ക്, തൊട്ട് മുകളിൽ പാകിസ്ഥാനും ചൈന എന്ന് പറഞ്ഞൊരു രാജ്യം നമ്മൾ അടിക്കാൻ വേണ്ടി കാത്തിരിക്കണം ഒരു അവസരത്തിന് വേണ്ടി. ഈ നാട് നമ്മൾ കേപ്പബിലിറ്റി നമ്മൾ സ്റ്റാൻഡായി നിന്നില്ലെങ്കിൽ
നമുക്ക് എവിടെയാണ് ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്? അകത്തുള്ള പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെയാണ് ഈ കർണാടക ഇപ്പൊ ഈ കാണിക്കുന്നത് വളരെ ശുദ്ധ അബദ്ധമാണ്. ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു സ്ഥലത്തും വസ്തു വാങ്ങാനും ബിസിനസ് ചെയ്യാനും എല്ലാ അവകാശവും ഉണ്ടാവണം. അത് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ഏകത്വം ഉണ്ടാവുള്ളൂ. യെസ്, വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, നമ്മുടെ രാജ്യം അത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. അതിൽ ഇത്തരം വാദങ്ങൾ ഒരുപക്ഷെ അത് നമ്മുടെ ഐക്യത്തെ ബാധിക്കുന്നതാണ്. പ്രാദേശികമായ വികാരങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാകാം, അതിൽ ചെറിയ തോതിൽ അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒപ്പയൊക്കെ അപ്പുറത്തേക്ക് ഒരു രാജ്യം, ഒറ്റ രാജ്യം എന്ന് ചിന്തിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? മനു സാർ നമസ്കാരം. നമസ്കാരം. ഒരു വിധത്തിൽ നോക്കിയാൽ ഒറ്റ രാജ്യം എന്നുള്ളത് വളരെ ശരിയാണ് സാർ. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറം സ്റ്റേറ്റുകളിലേക്ക് ജോലി ചെയ്യാൻ പോകേണ്ടി വരുന്നു, അല്ലെ മറ്റ് ഇതര സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നു? ഉദാഹരണത്തിന് നമുക്ക് പറയാം, നമ്മുടെ കുറഞ്ഞ കാലം മുമ്പ് ഇവിടെ തമിഴ്നാട്ടുകാർ ധാരാളം ജോലി ചെയ്യാൻ വന്നിരുന്നു. ഇപ്പൊ എന്റെ പ്രദേശത്തെല്ലാം അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ കാണുന്നുള്ളൂ. അത് നല്ല പൈസ ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഒടവളി സാധനം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, വേസ്റ്റുകൾ വിൽക്കുന്നവർ. അവർ 2-3 രൂപ ഉണ്ടാക്കാൻ വരുന്ന, അല്ലാതെ ചില്ലറ പൈസക്കൊന്നല്ല. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ അവർക്ക് ജോലി ചെയ്യാൻ സാധ്യതയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വ്യാവസായികമായി ഉയർന്നില്ല? അല്ല, കേരളത്തിലേക്ക് എത്രയോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ പെരുമ്പാവൂർ പോലുള്ള സ്ഥലം ഇപ്പൊ അവിടെ ചെന്നാൽ അത് കേരളമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണെന്ന് പൊതുവേദിയിലേക്ക് ആളുകൾ വിളിച്ചു പറഞ്ഞു. അതൊന്നും ഒരു ഔദ്യോഗിക ജോലിയല്ലല്ലോ സാർ, അതല്ലേ ലേബർ തൊഴിലാളികൾ. അവർക്കൊന്നും അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റിലും അങ്ങനെ ഒരു ഇതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള സ്ഥാപനങ്ങളിലും കാര്യങ്ങളിലും ജോലി ചെയ്യുന്നവർക്കായിരിക്കും തദ്ദേശീയവാദം പറയുന്നത്. അത് അവർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസ് ഗവൺമെന്റിനെ അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ അത് അവർ ഒരു പരിധിവരെ അത് മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് ഇനിയെങ്കിലും ചിന്തിക്കുവാനുള്ള ഒരു അവസരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇന്ത്യ രാജ്യത്തുള്ള ഒരു പൗരനെ ഒരു സ്റ്റേറ്റിൽ നിന്നും അകറ്റുവാനെന്നുള്ള ഒരു അധികാരം ആർക്കും വരില്ല. അത് കർണാടക സർക്കാർ അങ്ങനെ നിയമം കൊണ്ടുവന്നാൽ പ്രാബല്യത്തിൽ വരാനും പോകുന്നില്ല. പക്ഷെ ജോലി കാര്യത്തിൽ ചിലപ്പോൾ അത് ചെയ്താൽ അതിന് നമ്മൾ കോടതി പോയാൽ അംഗീകാരം കൊടുക്കേണ്ടി വരും. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സംരക്ഷിക്കുവാൻ അത് സംസ്ഥാനത്തിന് സാധിക്കാത്തത് അവിടുത്തെ ഭരണാധികാരികളുടെ പിടിപ്പേടി തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ തൊട്ട് മുമ്പ് വിളിച്ചേ, എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാലേ ഞാൻ തുടങ്ങുന്നു. അങ്ങനെ വളരെ ഉദാഹരണങ്ങൾ നമ്മളെടുത്തില്ലേ? കാരണം ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടായത് 3-ാമത്തെ ദിവസം പൊടി പിടിക്കൂലേ? അല്ല, പക്ഷെ ആ സാഹചര്യമൊക്കെ കുറെയൊക്കെ മാറിയില്ലേ? ഇപ്പൊ വ്യവസായ മന്ത്രി ശ്രീ രാജീവ് തന്നെ മുന്നിട്ടിറങ്ങി ഒട്ടനവധി വ്യവസായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കണ്ണൂരിലിരിക്കുമ്പോൾ അവിടെ ഒരു വ്യവസായി അവിടുന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹവും ഭാര്യയും കൂടെ കത്തെഴുതി വെച്ച് നാട് വിട്ട് കളഞ്ഞു, ഇനി വ്യവസായം ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ അതൊക്കെ വ്യവസായ മന്ത്രി വലിയ മുൻകൈയെടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാറ്റം വരുന്നില്ലേ ശ്രീ ബാലകൃഷ്ണൻ? അപ്പൊ അതുകൊണ്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവരൊക്കെ കോഴിക്കോട് ഒരു വലിയ ഫാക്ടറി പൂട്ടിച്ചിട്ടാണല്ലോ ഒരു വലിയ നേതാവായത്. നമുക്ക് എവർക്കും അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് നാട്ടിലെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവരിത് ചിന്തിക്കേണ്ടത് അതത് സംസ്ഥാനങ്ങൾ വളരെ കൂടുതൽ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ തൊഴിലിനും ജീവിതത്തിനും ശ്രദ്ധിക്കണം. അവർ മാത്രം എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി ഭാവിയിൽ പെൻഷനും വാങ്ങി അവരുടെ മക്കളും കുടുംബവും വിദേശത്ത് പഠിച്ച് ഉദ്യോഗസ്ഥന്മാരാകുന്ന സ്ഥിതിയാണ്. ഇവിടെ ഏകാധിപത്യമാണ് ശരിക്കും നടക്കുന്നത്. ഏതായാലും അങ്ങയുടെ വാക്കുകൾ വ്യക്തമാണ്. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, എന്ത് തോന്നുന്നു? ഒരു ഇത്തരം ഭാഷയുടെ ദേശത്തിൻ്റെയൊക്കെ പേരിലുള്ള താല്പര്യങ്ങൾ അത് നമ്മുടെ ദേശീയ ഐക്യത്തെ ബാധിക്കും എന്നാണോ, അതോ പ്രാദേശികമായ ഉത്തരവാദിത്തങ്ങളായി മാറേണ്ടതാണോ ഇതെല്ലാം? ഇല്ല, ഒരിക്കലും പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ ബാംഗ്ലൂർ മാത്രം ഏതാണ്ട് 10 ലക്ഷം മലയാളികൾ താമസിക്കുന്നുണ്ട്. 10 ലക്ഷം ബാംഗ്ലൂർ മാത്രം. ഇപ്പൊ എന്റെ മോൻ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്ന ആളാണ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഒരു കാലത്ത് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു നമ്മളെ ബാൽ താക്കറെ. ഈ മണ്ണിന്റെ മക്കൾ വാദം കർണാടകയിൽ പണ്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഇത് കർശനമായിട്ട് ഇവർ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇടപെടണം. ഇങ്ങനത്തെ നിയമം ഒന്നും പാസ്സാക്കാൻ പാടില്ല, ഇത് തെറ്റാണ്, തെറ്റായ ചെലവാക്കാണ്. രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും എല്ലാ സ്ഥലത്തും പോണ്ടേ? ഇത് തോന്നിവാസമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാര് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ട് ഇങ്ങനത്തെ ഈ തോന്നിവാസം പിടിച്ച നിയമം ഉണ്ടെങ്കിൽ ഉടനടി പിൻവലിക്കണം പറയാൻ. യെസ്, വളരെ വ്യക്തമാണ്. പത്മനാഭൻ എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പത്മനാഭൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് പല്ലശ്ശന എന്ന് പറയും. പല്ലശ്ശന. ആ, ശരി. അപ്പൊ അല്ല, ഞാന് ഇത് ഈ വാർത്ത ജസ്റ്റ് കണ്ടതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോഗ്രാം കണ്ടപ്പോ വിളിച്ചാണ്. അത് ആക്ച്വലി ഒന്ന്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ പറഞ്ഞ
ഇവർ കൊണ്ടുവരാൻ പോകുന്ന ബില്ലെന്ന് പറയുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഇതൊരിക്കലും എന്താ പറയുക, അത് പാസ്സായി നിയമമായ ശേഷമൊക്കെ ഇത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നുള്ളൂ. അങ്ങനെ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തന്നെ തീർച്ചയായും അത് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും ഒക്കെ ചലഞ്ച് ചെയ്യപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കമ്പനികൾക്ക് മെറിറ്റോറിയസ് അല്ലാതെ ജോബ് കൊടുക്കാൻ കഴിയില്ല, ആസ് സിമ്പിൾ ആസ് ആയിട്ട്. പിന്നെ രണ്ടാമത്തത് ഇത്തരം പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു ആശങ്കയുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ഇത് നടന്നില്ല അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു എന്ന് തന്നെ വിചാരിക്കും. പക്ഷേ ഇത്തരം ഒരു ആശയം അവിടെ ഉരുത്തിരിഞ്ഞൊരു സാഹചര്യത്തിൽ അതിനെ തുടർന്ന് മുമ്പ് പ്രക്ഷോഭങ്ങൾ കണ്ടു, പിന്നെ അത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ ആക്രമിക്കുന്നതിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ മറ്റു പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നീങ്ങുമെന്ന് വലിയ അങ്ങനെ ആശങ്കയുണ്ട് നമുക്ക്. മഹാരാഷ്ട്രയ്ക്ക് അത്തരം ഒരു പ്രസിഡൻസ് നേരത്തെ ഉണ്ട്. അത് സംഭവിക്കൂടായില്ല. പക്ഷെ ബേസിക് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് തൊട്ടപ്പുറത്ത് അമരാവതി വരുന്നുണ്ട്. അതായത് ചന്ദ്രബാബു നായിഡു വലിയ രീതിയിൽ പഴയ ഹൈദരാബാദ് ഡെവലപ്പ് ചെയ്തതുപോലെ ഡെവലപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ കമ്പനികളൊക്കെ മിക്കവാറും അങ്ങോട്ട് ചേക്കേറും. അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് ഗവൺമെന്റിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താൽക്കാലിക പ്രാദേശികവാദം ഉന്നയിച്ച് താൽക്കാലിക രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് പോലൊരു നാഷണലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മുഴുവൻ പടർന്നിട്ടുള്ള ഒരു പാർട്ടി അതിനുവേണ്ടി എന്താ പറയുക തുടങ്ങുന്നു എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പും ഏറ്റവും വളരെ മോശമായ ഒരു പ്രസിഡന്റ് ആണ്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയൊക്കെ ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു അതിനെതിരെ. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള സീനിയർ നേതാക്കൾ ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് നമ്മളൊക്കെ പറയാ. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു റിഗ്രസീവ് മോഡല് സൃഷ്ടിക്കുന്ന, പണ്ട് മറ്റേ മഹാരാഷ്ട്രക്കാർ ചെയ്യാൻ ശ്രമിച്ച, ശിവസേനയൊക്കെ ചെയ്യാൻ ശ്രമിച്ച ഒരു സാധനത്തിന്റെ അത് ഒട്ടും ശരിയല്ല. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ വിളിക്കുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ പല പ്രേക്ഷകരും പറയുന്നു കോൺഗ്രസ് സർക്കാരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. രാജ്യത്ത് ദേശീയത എന്ന ആശയത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഊട്ടി വളർത്താൻ നിന്ന ഒരു പാർട്ടിയുടെ പിന്മുറക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാകും എന്നാണ് എല്ലാവരും ആശ്ചര്യപ്പെടുന്നത്. ഒരു കാര്യത്തിൽ ഏതായാലും ആശ്വസിക്കാം മനു. കാരണം സാധാരണ ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധവും പിന്നെ ഒരു ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങളെല്ലാം വന്ന് പതിക്കുന്നത് നമ്മുടെ BJPയുടെ തലയിലാണല്ലോ. ഇപ്പൊ ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു സഖ്യമാണ് അവിടെ ഭരിക്കുന്നത്. അതുപോലെ അത് വലിയ വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസ് ആണല്ലോ നേതൃത്വം കൊടുക്കുന്നത്. അവരിത് ചെയ്യുമ്പോഴത്തേക്കും ജനം അന്തം വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇപ്പൊ അറിയാൻ പോലെ ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളെങ്കിൽ നമുക്കത് വലിയ അതിശയം തോന്നില്ല. ഒരു DMK അതുപോലെ തന്നെ തെലുങ്ക് ദേശം അങ്ങനെയുള്ള കക്ഷികളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ മനുഷ്യന് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ്. കാരണം ഇത് എത്രയും പെട്ടെന്ന് ഈ തീരുമാനത്തിൽ നിന്ന് ഇവർ പിന്നോട്ട് പോയില്ലെങ്കിൽ ദൂരവ്യാപകമായ ഒരു ഫലം തന്നെ രാജ്യവ്യാപകമായിട്ട് ഇവർക്ക് നേരിടേണ്ടി വരും. കാരണം ശിവസേന ഒരു മണ്ണിന്റെ മക്കൾ വാദം ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നാതല്ല, മനുവിന് ഓർമ്മയുണ്ട് ഈ ശിവസേന രൂപീകരിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ. ആ ആശയം അവരുടെ അതായിരുന്നു. അതിന് കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കിയത് നമ്മുടെ മലയാളികളെ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് അന്നോട്ട് ഒരു കോമഡി ആയിട്ടാ തോന്നുന്നത്. ശരിയല്ലേ? അപ്പം മലയാളികൾ അതിശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം മലയാളി ഇല്ലാത്ത മണ്ണ് ലോകത്തിൽ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, പിന്നെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് നമ്മുടെ IT മേഖലയെ മാത്രമേ ബാധിക്കുള്ളൂ, അതോ മറ്റ് IT അതുപോലെ മാർക്കറ്റിംഗ് മേഖലകളെ മാത്രമേ ബാധിക്കുള്ളൂ, അതോ ഇത് അല്ലാത്ത വലിയ വിഭാഗത്തെ ഇത് ബാധിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പ്രേക്ഷകർ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇതിപ്പോ ഈ ഏത് ഭാഗത്തെ ബാധിച്ചാലും നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കാൻ യോഗ്യതയുള്ള ആൾക്കാർ തന്നെ ഈ കോൺഗ്രസിന്റെ ആൾക്കാർ. കാരണം ബി ജെ പി ഉള്ളപ്പോ നമ്മൾ BJP കർണാടക ഭരിച്ചിരുന്നപ്പോ കുറെ മറ്റുള്ള പല കാര്യങ്ങളും കേട്ടിരുന്നു. അന്ന് ഇപ്പോഴത്തെ ഇടതുപക്ഷ കക്ഷികൾ പറഞ്ഞിരുന്നു ഈ BJPയും കോൺഗ്രസും ഒന്ന് തന്നെയാണെന്ന്. ഇപ്പൊ അവര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ കേന്ദ്രത്തിൽ ഭരണം കിട്ടി എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദൈവത്തിനെ അറിയുള്ളൂ. കാരണം ഇതേമാതിരിയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇത് രാഹുൽ ഗാന്ധിയോടും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ ചോദിക്കണം, ഇത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. കാരണം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ്, ഇവിടെ വരുന്നവ തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കാണാൻ, അവർ നമ്മുടെ അതിഥികളായി കാണാൻ സ്വയം ശീലിക്കുന്നവരാണ് നമ്മൾ. അവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവരെ നല്ല രീതിയിൽ അംഗീകരിക്കാൻ ഒക്കെ മനസ്സ് കാണിക്കണമെന്ന് വാദിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ
ഇങ്ങനെയുള്ള ചിന്താഗതികൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ അത് കേരളത്തിലേക്കും പടരുമോ? ശ്രീ ഡേവിഡ് എല്ലായിടത്തും ഇന്ത്യ വിട്ട് പോകുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഞാനും ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ് ബോംബെയിലേക്ക് വണ്ടി കയറി അവിടെ ചെന്നിട്ടാണ് നമ്മളും ഒരു അഭയാർത്ഥിയായിരുന്നു. നമ്മൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു. എന്നുവെച്ചാൽ തൊഴിലാളി എല്ലാവരും സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഏരിയ മാനേജറുമായിട്ട് ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇവൻ ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനികളുടെ കേരളത്തിലെ TSI ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടന്നു വരുന്ന ഈ പ്രവണത എന്ന് പറയുന്നത് കർണാടകത്തിനെ സംബന്ധിച്ചിടത്തോളം പലരും ആശങ്കയാണ് പറഞ്ഞത്. എനിക്ക് അപഹാസ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം IT ഫീൽഡിൽ ഒരാൾക്ക് ജോലി ചെയ്യാതെങ്കിൽ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ IT എന്താണെന്ന് അറിയാത്ത ഒരാളെ കയറ്റിയിരുത്താൻ പറ്റുമോ? കന്നഡക്കാരനാണെന്ന് വിചാരിച്ചിട്ട്. ഇതിനു മുമ്പ് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായി കത്തോലിക്കരുടെ ഇടയിൽ. അവിടെ എപ്പോഴും ലൂർദ് സ്വാമി എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ തമിഴ് മതക്കാരാണ് അവിടുത്തെ ബിഷപ്പാകാറുള്ള ബാംഗ്ലൂരിലെ. അവർക്ക് കന്നഡികനായിട്ടുള്ള എന്നോട് അച്ഛൻ പറഞ്ഞാണ് അവർക്ക് കന്നഡക്കാരനായിട്ടുള്ള ഒരു ബിഷപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് മുമ്പ് ഇത് മാറ്റി തുടങ്ങി. പിന്നെ ഇത് തമിഴ്നാടാണ് കുറെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങോട്ടുള്ള സ്വഭാവം. കാരണം അവർ കാവേരി വെള്ളം കൊടുക്കില്ല സമീപത്ത്. അത് ഉടനെ ഇവർക്കും സ്വാർത്ഥതയായി. ഇങ്ങനെ ഇതെല്ലാം കൂടി ഒരു കെട്ട് പിണഞ്ഞ ഒരു സംഭവമാണ് കിടക്കുന്നത്. ഇത് എവിടെ ചെന്ന് എത്തിപ്പെടുമോ? ഇത് കോൺഗ്രസ് ആണ്. ഇപ്പൊ അവിടെ BJP ആയിരുന്നെങ്കിൽ എന്തായിരുന്നേലും ഹാലളക്കം. ദക്ഷിണേന്ത്യയിലും അവർ വിഘടനവാദം മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും. അത്രേ ഉള്ളൂ. വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ഡേവിഡ്. റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, കുറെ കാലമായി പൊതുവേദിയിലേക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ വിളിക്കാറുണ്ടല്ലോ, സംസാരിക്കാറുമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയായിട്ട് കേട്ടില്ലല്ലോ, ശ്രീ റഷീദിന്റെ ശബ്ദം കേട്ടില്ല. ഞാൻ വന്നിരുന്നു അല്ലേ? വന്നതായിട്ടാണ് എന്റെ ഓർമ്മ. അടുത്ത് വന്നോ? ഞാൻ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ഓർക്കുന്നു ഈ കൊയിലാണ്ടിയിൽ നിന്ന് ശ്രീ റഷീദിനെ കാണുന്നില്ലല്ലോ. ഈ ശ്രീ റഷീദിന് എന്ത് തോന്നുന്നു? ഇത് ഒരു ശരിയായ മാതൃകയാണോ ശ്രീ റഷീദ്? യഥാർത്ഥത്തിൽ കർണാടകയിൽ അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു ബില്ല് വന്നു. ആ ബില്ലിന് ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. ആ ബില്ല് ഇനി പാസ്സാക്കി എടുത്താലല്ലേ അത് പിന്നെ ആക്ട് ആവും. അത് തികച്ചും അവിശ്വസനീയമായി തോന്നുകയാണ്. കാരണം കർണാടക പോലത്തെ ഒരു സംസ്ഥാനത്ത്, ഈ ICAലൊക്കെ ഇന്ത്യയിലെ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു നിയമം വരാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നു. അല്ല, പക്ഷെ സിദ്ധരാമയ്യൊക്കെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധരാമയ്യയും DK ശിവകുമാറും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണത്തിന് കീഴിൽ ഇങ്ങനെ ഒരു നിയമം വരിക വളരെ പ്രയാസം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബില്ല് വന്നിട്ടുണ്ടല്ലേ? അത് യഥാർത്ഥത്തിൽ അത് എവിടെയും ഒരു ചർച്ച വന്നിട്ടില്ല. നമ്മുടെ ന്യൂസ് 8-ലാണ് ആ ചർച്ച ഇപ്പോൾ വന്ന് കാണുന്നത്. ട്വിറ്ററിൽ അവർ പോസ്റ്റ് ചെയ്തു, മറ്റ് നെറ്റുകളിലൊക്കെ ഇപ്പോൾ വന്നു. ജോൺ ബ്രിട്ടാസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അദ്ദേഹം പിന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും ഇതിനെതിരെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബില്ല് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്നാണ്. അത് ഇന്നോ ഇന്നലെയല്ല, നമ്മുടെ പരമ്പരാഗതമായും നമ്മൾ ചെയ്യുന്ന ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ രാജ്യം ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എങ്ങും നിൽക്കും നാട് എന്ന ആ ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ അതിന് വിഘാതമായി നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ പൈതൃകത്തിനും എതിരായ ഒരു ബില്ല് അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടും ശരിയല്ല. അത് ആര് തന്നെ ആയാലും ഒട്ടും ശരിയല്ല. അപ്പൊ അതേക്കുറിച്ചുള്ള വിശദമായ അവലോകനങ്ങളും ചർച്ചകളും ഇതേപോലുള്ള സംവാദങ്ങളും അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്, നമ്മുടെ ജനതയാണ്. ആ ജനത ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ 2024 എന്ന പേരിലാണ് ഈ ബിൽ വന്നിരിക്കുന്നത്. ഇത് ജൂലൈ 15-നാണ് ഈ ബില്ല് ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. രാജൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുന്ന, പല സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്ന ആളാണ് എന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രാദേശിക സംസ്ഥാനവാദങ്ങൾ അടുത്ത ഒരു വലിയ ശാസ്ത്രയുഗത്തിലേക്ക് ഇങ്ങനെ കുതിച്ചു പായാൻ നിൽക്കുന്ന ഇന്ത്യക്ക് ഇതൊക്കെ ഇങ്ങനെ നമുക്കത് കൊള്ളാം എന്ന് പറയാവുന്നതാണോ ശ്രീരാജൻ? സാറേ, ഒന്നാമത്തെ കാര്യം ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്ക് ഇത് തടയാനുള്ള ശക്തിയില്ല. കർണാടകയിലെ കോൺഗ്രസ്സുകാരെ നേരെ നടത്താനോ അല്ലെങ്കിൽ ഇത് മാറ്റി പറയാനോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല. പിന്നെ രാഹുൽ ഗാന്ധി തന്നെ UP-ന്ന് വന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നാ മത്സരിക്കുന്നത്. മനസ്സിലായല്ലോ? പ്രാദേശിക സംഗതി നമുക്ക് ഉയർത്താം. അതുപോലെ തന്നെ
ഗുജറാത്ത് നോക്ക്, പിന്നെ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ കേരളത്തിൽ വ്യവസായം ഒന്നുമില്ല. പക്ഷെ നോക്ക് ഗുജറാത്ത് നോക്ക്, ഞങ്ങളുടെ BJP ഭരിക്കുന്ന സ്ഥലം. കഴിഞ്ഞ 2023 2 പേർക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തത്. 70ഓളം സ്കൂളുകൾ പൂട്ടാൻ കിടക്കുന്നു, ഗവൺമെന്റ് സ്കൂളുകൾ. പക്ഷെ ഇതിങ്ങനെ പലതരം കണക്കുകൾ. ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ ഗുജറാത്തികൾ പറഞ്ഞ എന്താണെന്നറിയാമോ, അവിടെ വലിയൊരു ശതമാനം മലയാളികൾ സൂറത്തിലും അഹമ്മദാബാദിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഗുജറാത്തിയും കേരളത്തിലില്ല. ഒരു ഗുജറാത്തിയും അവര് പറയുന്നത് വളരെ വിരളിലെണ്ണാവുന്ന ഗുജറാത്തികൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഞാൻ പറഞ്ഞത് രസകരമായ സംഗതി, ഈ കേരളത്തിൽ ഒരു ജോലിയുമില്ല, കൂലിയുമില്ല. പിണറായി വിജയനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ മോഡിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം വർഷം 2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കാന്നാ പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പൊ 10 വർഷം പുള്ളി ഭരിക്കട്ടെ, 20 കോടി ജനങ്ങൾക്കെങ്കിലും ജോലി കിട്ടും. എന്താ ജോലിയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും ഹിമാലയത്തിന്റെ മുകളിൽ എത്ര ഐസ് ഉണ്ടെന്ന് എണ്ണാനോ, അല്ലെങ്കിൽ 3-4 മന്ദിരങ്ങൾ ഉണ്ടാക്കി പൈസ എണ്ണാനോ ഒക്കെ ആയിരിക്കും ജോലി കൊടുക്കുക. 2 കോടി ജനങ്ങൾക്ക് വർഷം ജോലി കൊടുക്കാന്ന് പുള്ളി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അത് നമ്മളുടെ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് നമുക്കതൊരു ദിവസം പിന്നെ വിശദമായി താങ്കൾക്ക് അവസരം തരാം ആ കാര്യങ്ങൾ പറയാൻ. ഇതിപ്പോൾ നമ്മൾ കർണാടകയിലെ ഈ നീക്കം എങ്ങനെ നമ്മളെ ബാധിക്കും, എങ്ങനെ അത് ഇന്ത്യൻ ദേശീയതയെ ബാധിക്കും തുടങ്ങിയ വിഷയങ്ങളാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ രാജൻ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അൽത്താഫ് എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം എരുമേലിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ അൽത്താഫിന് എന്ത് തോന്നുന്നു? ഇതൊരു പ്രത്യേകതരം രാഷ്ട്രീയത്തിൻ്റെ കൂടി സ്വാധീനത്തിൻ്റെ ഫലമായി വരുന്നതാണ്. ഞാൻ ഈ ഗുജറാത്തിൽ ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്നപ്പം കർണാടക സ്വാഭിമാൻ എന്നൊക്കെ തരത്തിൽ അവിടെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടു. കർണാടക സ്വാഭിമാൻ, എനിക്ക് കർണാടക സ്വാഭിമാനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ മറ്റാളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെയുള്ള നിയമങ്ങളും നടപടികളും കോൺഗ്രസ് സർക്കാരിന് യോജിച്ചതാണോ ശ്രീ അൽത്താഫ്? സാർ, ഇതിനകത്ത് 2 വശങ്ങളുണ്ട്. നമ്മൾ ഇപ്പം കേരളത്തിൽ നിന്ന് ഒരാളെന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായും കർണാടകത്തെ എതിർക്കാതെ നിവർത്തിയില്ല. പക്ഷേ നമ്മൾ ആ ഗവൺമെന്റിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പം ഇതിന് നമുക്കത് അവര് പിന്തുണയ്ക്കുന്നതിൽ നമുക്ക് എതിർപ്പ് പറയാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ആണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലെ ജോലികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് നേടുമ്പോൾ അവിടുത്തെ ഇപ്പൊ നമുക്ക് രാജ്യത്ത് തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും പീക്കിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും തൊഴിലില്ലായ്മയുണ്ട്. രാജ്യത്തൊട്ടാകെ ഇതൊരു പ്രതിഭാസമായി നിലനിൽക്കുകയാണ്. അപ്പൊ കർണാടക സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഇതാണല്ലോ, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നിയമം നമുക്ക് വളരെ ദൂഷ്യമായി നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ എനിക്ക് ശ്രീ അൽത്താഫിനോട് ചോദിച്ചത്, അത് കർണാടകത്തിലെ ജനങ്ങളുടെ ഒരു തൊഴിലില്ലായ്മ പ്രശ്നത്തിന് ഒരു പരിഹാരമായാണോ ഇത് വരുന്നത്, അതോ ഇത്തരം പ്രാദേശിക വാദങ്ങളെ താലോലിക്കുന്നതിൻ്റെ ഭാഗമായാണോ വരുന്നത്? ഇത് ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും ഇത് നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിൽ ഒട്ടനവധി തൊഴിലില്ലായ്മയില്ല, പക്ഷെ നമുക്ക് ഈ പ്രാദേശികവാദമില്ല. നമ്മളിവിടെ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നു. അവരിവിടെ മലയാള സ്കൂളുകളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ അവർ പഠിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കൊപ്പം അവരും ഇരുന്ന് കളിക്കുന്നു. നല്ല മാർക്ക് വാങ്ങിക്കുന്ന എത്രയോ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ തൊഴിലാളികളെയൊക്കെ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്നു. നമ്മുടെ സർക്കാർ അവർക്ക് വീട് വെച്ച് നൽകുന്നു. അവർക്ക് ഇപ്പം അവർ തെരഞ്ഞെടുപ്പിന് വരെ കണ്ണൂരിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, തെരഞ്ഞെടുപ്പിന് വരെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒട്ടനവധി. അതെ സാർ, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇത് അവരുടെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് അവിടെ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് 4 വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണെന്നാണ്. കാരണം കോൺഗ്രസിന് അങ്ങനെ ഒരു നയമുണ്ടോ? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രാദേശിക ആളുകളെ മാത്രം എടുത്തുകൊണ്ട്. ഏറ്റവും കൗതുകമുള്ള ഒന്നെന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടറിയണം. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിലപാടറിയണം. ബാംഗ്ലൂരിലേക്കാണ് IT സെക്ടറിൽ എത്രത്തോളം മലയാളികളാണ്, അവരെ എത്ര മോശമായിട്ടായിരിക്കും ഇത് ബാധിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മുൻധാരണ, ഒരു ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഒരു ബില്ല് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനും എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ബാംഗ്ലൂര് അതുപോലെ അത് മംഗലാപുരം ഇവിടൊക്കെ വളരെ വലിയ രീതിയിലാണ്. മലയാളികൾ മാത്രമല്ല, കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇത് അവരെ ബാധിക്കാൻ പോകുന്നത് നാളെ ഡൽഹിയിൽ ഇങ്ങനെ ഡൽഹിക്കാർ പറയുകയാണ് കർണാടകത്തിൽ നിന്നുള്ള എല്ലാവരും തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അപ്പം തീരും ഈ പ്രാദേശികവാദം. ഏതായാലും വളരെ നന്ദി അൽത്താഫ്. സമയപരിമിതി കൊണ്ടാണ്. സാദിഖ് എന്നൊരു പ്രേക്ഷകൻ. സാദിഖ് തിരൂരിൽ നിന്നാണോ വിളിക്കുന്നത്, തരൂരിൽ നിന്നാണോ വിളിക്കുന്നത്? തരൂർ പാലക്കാടാണ്, തിരൂർ മലപ്പുറത്താണ്.
സാദിഖ് നമ്മുടെ പൊതുവേദിയിൽ മുമ്പും വിളിച്ചിട്ടുണ്ട്, എനിക്കറിയാം. നമ്മൾ KP കേശവമേനോനെ കുറിച്ചൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, ശ്രീ സാദിഖ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം തീരാറായി. ഓക്കെ, ഞാൻ അടിസ്ഥാനപരമായി ഞാൻ ഒരു പ്രവാസിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ ജോലി ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ മൂല്യമൊക്കെ വരുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിൽ ഇതുപോലെ പ്രാദേശികവാദവും ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ജനാധിപത്യ അല്ലെങ്കിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി ഇതുപോലെയുള്ള തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ ഇത്തരം നടപടി കൊണ്ടുവരുന്നത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തം. സഹദേവൻ എന്നൊരു പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സഹദേവൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, സമയം കഴിഞ്ഞു, അങ്ങക്ക് ബാംഗ്ലൂരിൽ നിന്ന് എന്തു പറയാനുണ്ട്? ഇത് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ബാംഗ്ലൂരിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ രീതിയാണ്. അവർ ഇത്തരം കാര്യങ്ങൾ പറയും. ഇത് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കെല്ലാം ഒത്തിരി ഉപയോഗപ്രദമായ രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് അവസരങ്ങൾ തരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ബാംഗ്ലൂർ. അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാദേശിക താല്പര്യങ്ങൾ കാണും. പക്ഷേ ഈ പ്രൈവറ്റ് മേഖലയിലൊന്നും ഇത് നടപ്പാക്കാൻ പറ്റില്ല. അത് നമ്മളത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത് വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. അല്ല, പക്ഷേ അങ്ങനെയല്ല. ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നടപ്പിലാക്കാത്തവർക്ക് 10,000 മുതൽ 25,000 രൂപ വരെ ഫൈൻ വരും. അതാ മിക്കവാറും മൾട്ടിനാഷണൽ കമ്പനികൾ ആ ഫൈൻ കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടാവുള്ളൂ. അവർ അങ്ങനെയാണെങ്കിൽ എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടാലന്റ് ആണ് വേണ്ടത്. അവിടെ ഈ സംവരണം, നമ്മുടെ സർക്കാർ സംവരണം സംവിധാനം നടക്കില്ല. അതാണ് അവിടുത്തെ ഒരു വിഷയം. അന്നേരം അതില് എല്ലാ സംസ്ഥാനത്തെ ആൾക്കാർ അവിടെ ഉണ്ട്. കൂടുതൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ പറയുന്നത് ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ പ്രാദേശിക ജനത തീരുമാനിക്കുകയാണ്, ജാട്ടുകൾ. മറ്റെല്ലാവരും പോട്ടെ എന്ന് വിചാരിച്ചാൽ ആപ്പീസ് പൂട്ടിപ്പോവുകയേ ഉള്ളൂ എല്ലാ സംസ്ഥാനങ്ങളുടെയും. ഏതായാലും അങ്ങനെ ആഫീസ് പൂട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ വളർന്നില്ല. ആ രീതിയിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്ന് എന്റെ അഭിപ്രായം. യെസ്, സമയം പരിമിതി കൊണ്ടാണ്. വളരെ നന്ദി. നമ്മുടെ ഇത് ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു. ഇത്തരം ഒരു നിയമം മലയാളികൾക്ക് തിരിച്ചടിയാകുമോ എന്നാണ്. 83% ആളുകൾ ഇത് തിരിച്ചടിയാകും എന്ന് പറയുന്നു. അതേസമയം 17% ആളുകൾ ഇത് മലയാളികൾ അതിജീവിക്കും എന്ന നിലപാടുള്ളവരാണ്. ഏതായാലും ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും തിരിച്ചു വരും. നന്ദി.